കാലത്തിന് കടുത്ത വെല്ലുവിളിയുണ്ട്. നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിന് ഓരോ സ്വഭാവമായിരിക്കും. ഈ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് തൻ്റെതായ സംഭാവനകൾ നിലനിർത്തുന്ന ആളുകളെയാണ് നമ്മൾ അനശ്വര പ്രതിഭകൾ എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്നത്. അവർ കാലത്തിനൊപ്പമോ അതല്ലെങ്കിൽ കാലത്ത് അപ്പുറമോ സഞ്ചരിക്കും. ചിലപ്പോൾ അവർ ജീവിക്കുന്ന കാലം തന്നെ അവർ എഹെഡ് ഓഫ് ടൈം ആയിരിക്കും. കാലത്തിനപ്പുറം കടന്ന് ചിന്തിക്കാൻ ഈ പ്രതിഭകൾക്ക് കഴിയും. അങ്ങനെ ഒരാളാണ് മലയാളത്തോട് വളരെ ആഴത്തിൽ സംസാരിച്ച കവി കുമാരനാശാൻ. ആശയ ഗംഭീരൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ചില ആൾക്കാർ അദ്ദേഹത്തെ വിമർശിക്കും. വൈരുദ്ധ്യങ്ങളുടെ, കോൺട്രഡിക്ഷൻസിൻ്റെ സമാഹാരമാണ് കുമാരനാശാൻ്റെ കവിതകൾ. അത് ആശാനെ കുറിച്ചുള്ളൊരു വിമർശനമായിട്ട് ചില നിരൂപകരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. സ്വയം വിമർശിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ മടിയില്ലാതെ താൻ നേരത്തെ എഴുതിയതിനെതിരെ പറയാനും തിരുത്താനും ഒക്കെ സാധിക്കുകയുള്ളൂ. അങ്ങനെ മിനുക്കിയെടുക്കുന്ന വരികളാണ് കാലത്തിൻ്റെ വെല്ലുവിളികളെ കടന്നു പോകുന്നത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വരി ഏത് കാലത്താണ് അപ്രസക്തമാകുക? ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ജീവിച്ച ജീവിതം എങ്ങനെയാണ് ഓർക്കപ്പെടേണ്ടത് എന്നത് നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് കുമാരനാശാൻ എഴുതി. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു സാമൂഹിക സാഹചര്യത്തിലാണ് ആശാൻ എഴുതിയത്. എന്ന് വെച്ചാൽ, ഒരാൾക്ക് അയാളുടെ പ്രതിഭയിലൂടെ മാത്രമേ കാലത്തിന് അതീതമായി നിലനിൽക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്കറിയാം ആശാന്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ മരണം പോലും അദ്ദേഹം മുൻകൂട്ടി കണ്ടു. അന്ത താഴുന്നു താഴുന്നു ഞാനിതാ, അന്തമില്ലാത്തൊരു ആഴത്തിലേക്ക് അന്ത താഴുന്നു ഞാനിതാ എന്ന് അദ്ദേഹം പലനയിലെ റെഡീമർ ബോട്ടപകടത്തെക്കുറിച്ച് അദ്ദേഹം നേരത്തെ തന്നെ എഴുതിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിത പോകുന്നത്. ആ ബോട്ടപകടത്തിൽ അദ്ദേഹം ആ പുഴയുടെ ആഴങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരികൾ തലയ്ക്ക് മുകളിൽ നിൽക്കുകയായിരുന്നു. അപ്പം ഒരുപക്ഷെ കാലത്തെയും കാലത്തിൻ്റെ ദുരന്തങ്ങളെയും മുൻകൂട്ടി കാണാനുള്ള ഒരു ടെലിപ്പതി പോലും കവികൾക്കുണ്ട് എന്ന് ചിലർ പറയാറുണ്ട്. ആശാനെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുന്നു. ഈ കുമാരനാശാൻ്റെ കവിതകൾ, അതായത് ജാതിക്കും മതത്തിനുമെതിരെ ഒരു ജിഹ്വയെപ്പോലെ അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയെ പോലെ സംസാരിച്ച ആശാൻ എന്നും കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കും. ചാത്തൻ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു പിന്നാക്ക സമുദായത്തിലുള്ള ഒരാളിനെ സാവിത്രി എന്നൊരു അന്തർജനത്തെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഒരു സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ടോർച്ച് വഹിച്ച ആളായിരുന്നു ആശാൻ. അതൊക്കെ ഇന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.